ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 128 വാല്യം 3 ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത്. നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത്. ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ ഈശോ കടന്നു പോകുന്നു. എല്ലാ വശത്തു നിന്നും ആളുകൾ ഈശോയെ വിളിക്കുന്നു. ചിലർ അവരുടെ മുറിവുകൾ കാണിക്കുന്നു, ചിലർ അവരുടെ ദൗർഭാഗ്യങ്ങൾ പറയുന്നു, ചിലർ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് മാത്രം പറയുന്നു. ചിലർ കൊച്ചുകുട്ടികളെ ഈശോയെ കാണിച്ച് അനുഗ്രഹം യാചിക്കുന്നു. നല്ല തെളിവുള്ള പ്രശാന്തമായ ദിവസം. വളരെയധികം ആളുകൾ വന്നിട്ടുണ്ട്. ഈശോ തൻ്റെ സ്ഥാനത്ത് കഷ്ടിച്ച് എത്തിയതേയുള്ളൂ. നദിയിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ നിന്ന് സങ്കടകരമായ ഒരു വിളി കേൾക്കുന്നു. ദാവീദിന്റെ പുത്ര, നിർഭാഗ്യവാനായ ഒരു മനുഷ്യന്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ. ആ ഭാഗത്തേക്ക് ഈശോയും ജനക്കൂട്ടവും ശിഷ്യരും നോക്കുന്നു. എന്നാൽ തിങ്ങി നിൽക്കുന്ന കുറ്റിക്കാട് കരയുന്ന മനുഷ്യനെ മറച്ചിരിക്കുകയാണ്. നീ ആരാണ്? ഇറങ്ങി വരൂ. എനിക്ക് വരാൻ കഴിയുകയില്ല, ഞാൻ അശുദ്ധനാണ്. ലോകത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടാൻ ഞാൻ പുരോഹിതന്റെ പക്കലേക്ക് പോകണം. ഞാൻ പാപം ചെയ്തു, കുഷ്ഠരോഗം എന്നെ പിടികൂടിയിരിക്കുന്നു. നിന്നിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. കുഷ്ഠരോഗി, ഒരു കുഷ്ഠരോഗി, ഭ്രഷ്ട്, നമുക്കവനെ കല്ലെറിയാം. ജനക്കൂട്ടം ബഹളം വെച്ച് വിളിച്ചു പറയുന്നു. ഈശോ ആംഗ്യം കാണിച്ചുകൊണ്ട് ശാന്തമായി നിശബ്ദരായിരിക്കാൻ ആജ്ഞാപിക്കുന്നു. പാപത്തിലായിരിക്കുന്ന ഒരുത്തനേക്കാൾ അവൻ കൂടുതൽ അശുദ്ധനല്ല. ദൈവസന്നിധിയിൽ അനുതപിക്കുന്ന ഒരു കുഷ്ഠരോഗിയേക്കാൾ അശുദ്ധൻ അനുതപിക്കാത്ത ഒരു പാപിയാണ്. വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ കൂടെ വരൂ. ശിഷ്യന്മാരും ജിജ്ഞാസുക്കളായ കുറെ ആളുകളും ഈശോയെ അനുഗമിക്കുന്നു. മറ്റുള്ളവർ അവരവരുടെ സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് കഴുത്ത് നീട്ടി നോക്കുന്നു. ഈശോ നടന്ന് കുറ്റിക്കാടിനടുത്തെത്തി. അവിടെ നിന്നുകൊണ്ട് ആജ്ഞാപിക്കുന്നു, നിന്നെ തന്നെ കാണിക്കുക. ഒരു ചെറുപ്പക്കാരൻ, കഷ്ടിച്ച് 20-21 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ് പ്രത്യക്ഷപ്പെടുന്നു. പുതുമ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത സുന്ദരമായ മുഖം, നേരിയ മേൽമീശയും താടിമീശയും. കരഞ്ഞു കരഞ്ഞ് കണ്ണുകൾ രണ്ടും ചെമപ്പായിരിക്കുകയാണ്. മൂടുപടം ധരിച്ചിട്ടുള്ള ഒരു ഗണം സ്ത്രീകൾ അവനെ സ്നേഹത്തോടെ വിളിക്കുകയും കരയുകയും ചെയ്യുന്നു. ഈശോ കടന്നു പോയപ്പോൾ വീടിന്റെ മുറ്റത്ത് നിന്ന് ഇവർ കരയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിലാണ് കരയുന്നത്. ആളുകളുടെ ഭീഷണി നിമിത്തമാണ് അവർ ഇപ്പോൾ കൂടുതൽ കരയുന്നത്. ഓ മകനെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കരങ്ങളിലേക്ക് വീഴുന്നു. ഒരു ബന്ധുവോ സ്നേഹിതയോ ആയിരിക്കാം. ഈശോ തനിയെ നിർഭാഗ്യവാനായ ആ മനുഷ്യന്റെ അടുത്തേക്ക് പോകുന്നു. നിനക്ക് നന്നേ ചെറുപ്പമാണല്ലോ, എങ്ങനെയാണ് നീ കുഷ്ഠരോഗിയായി തീർന്നത്? യുവാവ് കണ്ണുകൾ താഴ്ത്തുന്നു, വിവരണനാകുന്നു, എന്തോ പിറുപിറുക്കുന്നു, ഒന്നും പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഈശോ ചോദ്യം ആവർത്തിക്കുകയാണ്. യുവാവ് അല്പം കൂടെ തെളിവായി സംസാരിക്കുന്നുണ്ട്, എന്നാലും ഏതാനും വാക്കുകൾ മാത്രമേയുള്ളൂ. എൻ്റെ അപ്പൻ, ഞാൻ പോയി, ഞങ്ങൾ പാപം ചെയ്തു. ഞാൻ മാത്രമല്ല, നിന്റെ അമ്മ അവിടെയുണ്ട്, പ്രതീക്ഷയോടു കൂടെയും കരഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. സ്വർഗത്തിലുള്ള ദൈവം അറിയുന്നു, ഞാൻ ഇവിടെ, എനിക്കറിയാം. എന്നാൽ നിന്നോട് കരുണ കാണിക്കേണ്ടതിന് നിന്റെ സ്വയം എളിമപ്പെടുത്തൽ ഞാൻ ആവശ്യപ്പെടുന്നു. തുറന്നു പറയൂ. പറയൂ മോനെ, നിന്നെ വഹിച്ച ഉദരത്തിന്മേൽ കരുണ കാണിക്കൂ. ആ സ്ത്രീ ഒരു തരത്തിൽ വലിഞ്ഞ് കഷ്ടപ്പെട്ട് ഈശോ നിൽക്കുന്നിടത്ത് എത്തി. അവൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഒരു കൈയിൽ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പ് പിടിച്ചിരിക്കുന്നു, മറ്റേ കൈ പുത്രന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് ചുടുകണ്ണീർ പൊഴിക്കുന്നു. ഈശോ തന്റെ കരം അവളുടെ ശിരസിൽ വയ്ക്കുകയാണ്. തുറന്നു പറയൂ. ഒരു പ്രാവശ്യം കൂടെ ഈശോ പറയുന്നു. ഞാൻ അമ്മയുടെ മൂത്ത മകനാണ്. ഞാൻ അപ്പനെ കച്ചവടത്തിൽ സഹായിക്കുന്നുണ്ട്. അപ്പൻ പലപ്പോഴും എന്നെ ജെറീക്കോയിലേക്ക് വിട്ടിട്ടുണ്ട്, അപ്പനോട് കച്ചവടം ചെയ്യുന്ന പലരെയും കാണുവാൻ.
അവരിൽ ഒരാൾക്ക് സുന്ദരിയായ ഒരു യുവ ഭാര്യയുണ്ടായിരുന്നു. എനിക്ക് അവളെ ഇഷ്ടമായി. ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അവൾക്ക് എന്നെയും ഇഷ്ടമായിരുന്നു. ഞങ്ങൾ പരസ്പരം ആഗ്രഹിച്ചു. അവളുടെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഞങ്ങൾ പാപം ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവൾ ആരോഗ്യവതിയായിരുന്നു. അതെ, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നു. ഞാൻ അവളെ ആഗ്രഹിച്ചു. എനിക്കറിഞ്ഞുകൂടാ, എന്നെ കൂടാതെ വേറെ പുരുഷന്മാരെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നും രോഗം അങ്ങനെ പിടിപെട്ടതാണോ എന്നും. താമസിയാതെ അവൾ മുരടിച്ചു പോയി. ഇപ്പോൾ അവൾ ശവകുടീരത്തിനുള്ളിലാണ്. ജീവനോടെ അവൾ കുഴിച്ചു മൂടപ്പെട്ടു. എന്നിട്ട് ഞാൻ അമ്മ അമ്മ അത് കണ്ടല്ലോ, ഒരു ചെറിയ പാണ്ട്. എന്നാൽ എല്ലാവരും പറയുന്നത് അത് കുഷ്ഠമാണെന്നാണ്. അതിൽ ഞാൻ മരിക്കും. എപ്പോൾ? ജീവിതമിനിയില്ല, വീടില്ല, അമ്മയില്ല. ഓ അമ്മേ, എനിക്ക് അമ്മയെ കാണാം, എന്നാൽ ചുംബിക്കാൻ സാധിക്കയില്ല. ഇന്ന് അവർ വരും. എന്റെ വസ്ത്രങ്ങൾ കീറി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ, ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കാൻ. മരിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് എന്റെ കാര്യം. എന്റെ മൃതശരീരത്തിന്മേൽ വിലപിക്കാൻ എന്റെ അമ്മ പോലും ഉണ്ടാകയില്ല. യുവാവ് കരയുകയാണ്. കൊടുങ്കാറ്റിൽ ഉലഞ്ഞ ഒരു വൃക്ഷം പോലെയുണ്ട് അവന്റെ അമ്മ. അതിദയനീയമായി അവൾ തേങ്ങിക്കരയുന്നു. പലതരം വികാരങ്ങളാൽ പ്രേരിതരായി ആളുകൾ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു. ഈശോയ്ക്ക് വിഷാദമാണ്. ഈശോ പറയുന്നു, നീ പാപം ചെയ്തപ്പോൾ അമ്മയെക്കുറിച്ച് നീ ചിന്തിച്ചില്ലേ? ഭൂമിയിൽ ഒരമ്മയുണ്ടെന്നും സ്വർഗത്തിൽ ഒരു ദൈവമുണ്ടെന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധം അത്രയ്ക്ക് ഭ്രാന്തനായോ നീ? കുഷ്ഠം കാണപ്പെട്ടില്ലായിരുന്നെങ്കിൽ ദൈവത്തെയും നിന്റെ അയൽക്കാരനെയും ദ്രോഹിച്ചുവെന്ന് നീ മനസ്സിലാക്കുമായിരുന്നോ? നിന്റെ ആത്മാവിനെ നീ എന്തു ചെയ്തു? നിന്റെ യുവത്വം കൊണ്ട് നീ എന്തു ചെയ്തു? എനിക്ക് പ്രലോഭനമുണ്ടായി. ആ കനി ശപിക്കപ്പെട്ടതാണെന്നറിഞ്ഞുകൂടാത്ത വിധം നീ ഒരു കൊച്ചുകുട്ടിയായിരുന്നോ? കാരുണ്യം കൂടാതെയുള്ള മരണത്തിന് നീ അർഹനാണ്. ഓ കാരുണ്യമേ, നിനക്ക് മാത്രമേ കഴിയൂ. ഞാനല്ല, ദൈവം. അതും ഇനിയും നീ പാപം ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്താൽ മാത്രം. ഞാൻ ശപഥം ചെയ്യുന്നു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഏതാനും മണിക്കൂറിനുള്ളിൽ എന്നെ ശപിച്ച് പുറന്തള്ളും. അമ്മേ, അമ്മയുടെ കണ്ണീരുകൊണ്ട് എന്നെ സഹായിക്കണമേ. ഓ എന്റെ അമ്മേ. ആ സ്ത്രീക്ക് ശബ്ദമില്ല. അവൾ ഈശോയുടെ കാലുകളിൽ കെട്ടിപ്പിടിക്കുന്നു. വേദന കൊണ്ട് വികസിച്ച വലിയ കണ്ണുകൾ കൊണ്ട് ഈശോയെ നോക്കുന്നു. മുങ്ങി മരിക്കാൻ പോകുന്നയാളിന്റെ സംഭ്രമം നിറഞ്ഞ മുഖഭാവമാണ് അവളുടേത്. രക്ഷ പ്രാപിക്കാനുള്ള അവസാന സഹായമായി ഈശോയെ നോക്കുന്നു. ഈശോ അവളെ നോക്കുന്നു. സഹതാപത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, അമ്മ എഴുന്നേൽക്കൂ, മകന്റെ രോഗം മാറി. നിന്നെ ഓർത്തിട്ടാണ്, അവനെ ഓർത്തിട്ടല്ല. ആ സ്ത്രീക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്ര അകലെ നിൽക്കുന്നതുകൊണ്ട് അവന് സുഖം കിട്ടി കാണുകയില്ല എന്നാണ് അവളുടെ ചിന്ത. നിഷേധാർത്ഥത്തിൽ തലകുലുക്കിക്കൊണ്ട് അവൾ നിർത്താതെ കരച്ചിലാണ്. മനുഷ്യ, നിന്റെ മാറിൽ നിന്ന് വസ്ത്രം മാറ്റൂ. അവിടെയായിരുന്നു നിന്റെ പാണ്ട്. അമ്മയ്ക്ക് ആശ്വാസമാകട്ടെ. യുവാവ് അവന്റെ ഉടുപ്പ് താഴേക്ക് മാറ്റുന്നു. എല്ലാവരുടെയും മുമ്പിൽ നഗ്നനായി നിൽക്കുന്നു. അവന്റെ തൊലി നല്ല മിനുസമുള്ള വൃത്തിയുള്ള തൊലിയായിട്ട് കാണപ്പെടുന്നു. അമ്മേ നോക്കൂ എന്ന് പറഞ്ഞ് ഈശോ കുനിഞ്ഞ് ആ സ്ത്രീയെ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനാൽ ശുദ്ധീകരണം കഴിയാത്ത അവന്റെ പക്കലേക്ക് പോകാനുള്ള ശ്രമത്തെ തടയാൻ കഴിയുന്നു. മകന്റെ പക്കലേക്ക് പോകാൻ കഴിയുന്നില്ലെന്ന് കണ്ട അവൾ ഈശോയുടെ മാറിലേക്ക് ചാരുകയും ഈശോയെ ചുംബിക്കുകയും ചെയ്യുന്നു. സന്തോഷാധിക്യത്താൽ അവൾ കരയുന്നു, പുഞ്ചിരി തൂകുന്നു, ചുംബിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈശോ സഹതാപത്തോടെ അവളെ തലോടുന്നു. അനന്തരം യുവാവിനോട് പറയുന്നു, പുരോഹിതന്റെ പക്കലേക്ക് പോകുക. നിന്റെ അമ്മയെ പ്രതിയാണ് ദൈവം നിന്നെ സുഖപ്പെടുത്തിയതെന്ന് ഓർമ്മിക്കുക. ഭാവിയിൽ നീ നീതിമാനായി ജീവിക്കാനുമാണ് നിനക്ക് ആരോഗ്യം നൽകിയത്. പൊയ്ക്കൊള്ളൂ. യുവാവ് രക്ഷകനെ സ്തുതിച്ച ശേഷം പോകുന്നു.
അവന്റെ അമ്മയും കൂടെയുള്ള സ്ത്രീകളും അകലെയായി അവനെ അനുഗമിക്കുന്നു. ജനക്കൂട്ടം ഓശാന പാടുകയാണ്. ഈശോ തന്റെ സ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നു. നേരായിട്ടുള്ള ധാർമ്മിക പ്രമാണങ്ങൾ കൽപ്പിച്ചിട്ടുള്ള ദൈവമുണ്ടെന്ന് ആ യുവാവും മറന്നുപോയി. ദൈവമല്ലാത്ത ദൈവങ്ങളെ തനിക്കായി ഉണ്ടാക്കുന്നതും വിലക്കപ്പെട്ടതാണെന്ന് അയാൾ മറന്നുപോയി. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കാനും അയാൾ മറന്നു. അമ്മയോട് കാണിക്കേണ്ട സ്നേഹവും ബഹുമാനവും അവൻ മറന്നുപോയി. വ്യഭിചാരം, മോഷണം, കാപട്യം, അന്യന്റെ ഭാര്യയെ മോഹിക്കൽ, സ്വന്തം ജീവനെയും ആത്മാവിനെയും കൊല്ലുക, ഇവയെല്ലാം നിഷിദ്ധങ്ങളാണെന്ന് അവൻ വിസ്മരിച്ചു. അവൻ എല്ലാം തന്നെ മറന്നു. എങ്ങനെ അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ കണ്ടല്ലോ. നീ നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന പ്രമാണം നീ വ്യഭിചാരം ചെയ്യരുത് എന്ന പ്രമാണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജഡികാസക്തി എപ്പോഴും പ്രവൃത്തികൾക്ക് മുമ്പേ ഉണ്ടായിരിക്കും. ഒരു കാര്യം ശക്തിയായി ആഗ്രഹിച്ചാൽ അത് സ്വയം നിരസിക്കാനുള്ള ശക്തിയില്ലാത്തവനാണ് മനുഷ്യൻ. ആഗ്രഹിച്ചത് നിറവേറ്റുന്നു. എന്നാൽ ഏറ്റവും സങ്കടകരമായത് നല്ല കാര്യങ്ങൾക്കായുള്ള ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ വർത്തിക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ്. തിന്മയായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ ആഗ്രഹിക്കുകയും അത് നേടുകയും ചെയ്യുന്നു. നന്മ ആഗ്രഹിക്കുന്നു, എന്നാൽ അത് ചെയ്യാതെ നിർത്തിക്കളയുന്നു. പലപ്പോഴും പിന്നിലേക്ക് പോകുകയും ചെയ്യുന്നു. എല്ലായിടത്തും തനിയെ കിളിർത്തുവരുന്ന പുല്ലുപോലെ പാപകരമായ ആഗ്രഹങ്ങൾ എല്ലായിടത്തുമുണ്ട്. അതിനാൽ ആ യുവാവിനോട് പറഞ്ഞ വാക്കുകൾ തന്നെ നിങ്ങളോടും ഞാൻ പറയുന്നു. ആ പ്രലോഭനം വിഷമുള്ളതാണെന്നും അത് വർജിക്കേണ്ടതാണെന്നും അറിഞ്ഞുകൂടാത്ത ചെറിയ കുട്ടികളാണോ നിങ്ങൾ? എനിക്ക് പ്രലോഭനമുണ്ടായി. ആ പഴയ ന്യായം, അത് പഴയ അനുഭവമായതിനാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഓർത്തുകൊണ്ട് മനുഷ്യൻ ഇല്ല എന്ന് പറയേണ്ടതാണ്. ചാരിത്രശുദ്ധി പാലിച്ച ആളുകളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ കുറവല്ല. ലൈംഗിക ആകർഷങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്രൂരന്മാരുടെ ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടും തങ്ങളുടെ ചാരിത്രശുദ്ധി അവർ പാലിച്ചു. പ്രലോഭനം തിന്മയാണോ? അല്ല, ദുഷ്ടന്റെ ജോലിയാണത്. എന്നാൽ അതിനെ ജയിക്കുന്നയാൾ അതിനെ മഹത്വമായി രൂപാന്തരപ്പെടുത്തുന്നു. മറ്റു സ്ത്രീകളെ പ്രണയിക്കുന്ന ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയുടെയും കുട്ടികളുടെയും തന്റെ തന്നെയും ഘാതകനാണ്. വ്യഭിചാരത്തിനായി അയൽക്കാരന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നവൻ കള്ളനാണ്. ഏറ്റവും ഹീനമായ ഒരു മോഷ്ടാവാണ്. കുക്കുപക്ഷിയെപ്പോലെ ചെലവൊന്നും കൂടാതെ വേറൊരു കൂട്ടിൽ കയറി സുഖിക്കുന്നു. ഒരു സ്നേഹിതന്റെ ശുദ്ധമായ വിശ്വാസത്തെ വഞ്ചിക്കുന്നവൻ കള്ളനോട്ടടിക്കുന്നവനെ പോലെയാണ്. ഇല്ലാത്ത സ്നേഹം അവൻ അഭിനയിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നവൻ തന്നെ തന്നെയും തന്റെ മാതാപിതാക്കളെയും അവമാനിക്കുന്നു. അവനോടൊത്ത് ദൈവത്തിനുണ്ടായിരിക്കാൻ കഴിയുമോ? ഞാൻ അത്ഭുതം ചെയ്തത് ആ സാധുവായ അമ്മയെ പ്രതിയാണ്. എന്നാൽ കാമാസക്തിയോടുള്ള അറപ്പു നിമിത്തം എനിക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു. നിങ്ങൾ ബഹളം വച്ചത് കുഷ്ഠരോഗത്തോടുള്ള ഭയം നിമിത്തമാണ്. ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചത് കാമാസക്തിയോടുള്ള അറപ്പു നിമിത്തവും. എല്ലാ തരത്തിലുമുള്ള ദൗർഭാഗ്യങ്ങൾ കൊണ്ട് ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ അവരുടെയെല്ലാം രക്ഷകനാണ്. എന്നാൽ കാമാസക്തിയുടെ ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യന്റെ സമീപത്ത് പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീതിമാനായ ഒരു മനുഷ്യന്റെ മൃതശരീരത്തിൽ തൊടുന്നതാണ്. ചീഞ്ഞഴിയുന്ന അവന്റെ മാംസം സത്യസന്ധതയുള്ളതായിരുന്നു. ആ ശരീരം അവന്റെ ആത്മാവിനോട് സമാധാനത്തിൽ കഴിയുന്നു. ഞാൻ രക്ഷകനാണ്, എന്നാൽ ഞാൻ നിർമ്മലനായവനാണ്. ഇവിടെ വരുന്നതും എന്നെക്കുറിച്ച് സംസാരിക്കുന്നവരും തങ്ങളുടേതായ വികാരങ്ങൾ എന്നിലേക്ക് ആരോപിക്കാതെ ഇക്കാര്യം ഓർത്തിരിക്കണം. വേറെല്ലാവരും എന്നിൽ നിന്ന് കേൾക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അത് സാധ്യമല്ല. കാമാസക്തി കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരുവന്റെ യുവത്വം എന്നെ വളരെ അസ്വസ്ഥനാക്കി.
മരണത്തെ ഞാൻ തൊട്ടിരിക്കുന്നുവെങ്കിൽ ഇത്രയും പ്രയാസം എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. നമുക്ക് രോഗികളുടെ അടുത്തേക്ക് പോകാം. ഓക്കാനം വന്ന് ശ്വാസം മുട്ടിക്കുന്നതിനേക്കാൾ വചനമാകാൻ എനിക്ക് കഴിയുകയില്ല. എന്നാൽ എന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരുടെ ആരോഗ്യമാകാൻ കഴിയും. സമാധാനം നിങ്ങളോട് കൂടെ. ഈശോ യഥാർത്ഥത്തിൽ വളരെ വിളറി വളരെയധികം സഹിക്കുന്നത് പോലെ ക്ഷീണിതനായിരുന്നു. രോഗികളായ കുട്ടികളുടെ അടുത്ത് കുനിയുമ്പോൾ അവനെ നോക്കി പുഞ്ചിരി തൂകുന്നു. മഞ്ചത്തിൽ കിടക്കുന്ന രോഗികളോടും അങ്ങനെ തന്നെ. അപ്പോൾ വീണ്ടും തന്റെ സ്വാഭാവിക രീതിയായി. പ്രത്യേകിച്ച് 10 വയസ്സുള്ള മൂകനായ ഒരു ബാലന്റെ വായിൽ വിരലിട്ടുകൊണ്ട് ഈശോ എന്നും അമ്മ എന്നും അവനെക്കൊണ്ട് പറയിക്കുമ്പോൾ പഴയ ഈശോ തന്നെ. ജനങ്ങൾ സാവധാനത്തിൽ നടന്നു നീങ്ങുന്നു. ഈശോ വെയിലുള്ള മുറ്റത്ത് നടക്കുന്നു. കറിയോത്തുകാരൻ വന്ന് ഈശോയോട് പറയുന്നു, "ഗുരുവേ, എന്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല." എന്തുകൊണ്ടാണ് യൂദാസേ? ജെറുസലത്തുള്ള ആ മനുഷ്യൻ നിമിത്തം. ഞാൻ അവരെ അറിയും. കുറച്ച് ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകട്ടെ. എന്നെ ഒറ്റയ്ക്ക് വിടണമെന്ന് ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് അതിന് എനിക്ക് അനുമതി തരരുത്. എന്റെ കൂടെ സൈമണെയും ജോണിനെയും വിട്ടാൽ കൊള്ളാം. യൂദായിലെ നമ്മുടെ ആദ്യത്തെ യാത്രയിൽ അവർ എനിക്ക് വലിയ സഹായമായിരുന്നു. ഒരാൾ എന്റെ തീഷ്ണതയെ മയപ്പെടുത്തുന്നു. മറ്റുള്ളവർ എന്റെ ചിന്തകളെ വിശുദ്ധമാക്കുന്നു. ജോണിനെ എനിക്ക് എത്ര കാര്യമാണെന്ന് അങ്ങേക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. എന്റെ തീഷ്ണതയുടെ മേൽ അവൻ മഞ്ഞുതുള്ളി പോലെയും പ്രക്ഷുബ്ധമായ ജലത്തിൽ എണ്ണ പോലെയുമാണ്. എന്നെ വിശ്വസിക്കൂ. എനിക്കറിയാം. അതിനാൽ എനിക്ക് അവനോട് താല്പര്യമാണെങ്കിൽ നീ അതിൽ വിസ്മയിക്കേണ്ട. എന്റെ സമാധാനമാണവൻ. എന്നാൽ നീ എപ്പോഴും നല്ലവനായിരിക്കുമെങ്കിൽ നീയും എന്റെ ആശ്വാസമായിരിക്കും. കുറെ ദിവസങ്ങളായി നീ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ നിനക്ക് ധാരാളമായി ലഭിച്ചിരിക്കുന്ന ദേവദാനങ്ങൾ ഉപയോഗിച്ച് നന്മ ചെയ്യുകയാണെങ്കിൽ നീ ഒരു യഥാർത്ഥ അപ്പസ്തോലനാകും. അപ്പോൾ ജോണിനെ സ്നേഹിക്കുന്നത് പോലെ നീ എന്നെയും സ്നേഹിക്കും. എങ്ങനെയായാലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഒരു വ്യത്യാസമേയുള്ളൂ. നീ നല്ലവനാകുമെങ്കിൽ ഉത്കണ്ഠയും ദുഃഖവും കൂടാതെ നിന്നെ ഞാൻ സ്നേഹിക്കും. ഓ ഗുരുവേ, നീ എത്ര നല്ലവനാണ്. നിനക്ക് ജെറുസലേമിലേക്ക് പോകാം. എന്നാൽ അതുകൊണ്ട് ഉപകാരമൊന്നും ഉണ്ടാകയില്ല. എന്നാൽ എന്നെ സഹായിക്കാനുള്ള നിന്റെ ആഗ്രഹത്തെ നിരുത്സാഹപ്പെടുത്താൻ ഞാൻ വിചാരിക്കുന്നില്ല. സൈമണോടും ജോണിനോടും ഞാൻ ഇപ്പോൾ തന്നെ പറയാം, നമുക്ക് പോകാം. നിന്റെ ഈശോ ചില പാപങ്ങൾ നിമിത്തം എത്ര വേദനിക്കുന്നു എന്ന് നീ കാണുന്നില്ലേ? വലിയ ഭാരമുള്ള ഒരു ചുമട് എടുത്തു പൊക്കിയ ഒരാളെ പോലെയാണ് ഞാൻ. ഇതുപോലുള്ള വേദന എനിക്കൊരിക്കലും തരരുതേ. ഒരിക്കലും, ഇനി ഒരിക്കലും. ഇല്ല ഗുരുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ ഞാൻ ദുർബലനാണ്. സ്നേഹം ശക്തി നൽകുന്നു. അവർ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ദർശനം അവസാനിക്കുന്നു. അവസാനിച്ചത് നന്നായി. കാരണം ധാർമ്മികമായി ഞാൻ രോഗിണിയായിരിക്കുന്നു. കാരണം അങ്ങേക്കറിയാമല്ലോ, ശാരീരികമായും എനിക്ക് സുഖമില്ല. ഒന്നുകിൽ ഇത് പീഡാനുഭവ കാലമായതുകൊണ്ട്, അല്ലെങ്കിൽ വളരെയധികം എഴുതിയതുകൊണ്ട്. എന്തുകൊണ്ടാണെന്ന് കൃത്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. ഭയാനകമായ ഈ നാളുകളിൽ മിക്കവാറും പനിയുണ്ട്. ശ്വാസകോശങ്ങളിലും നട്ടെല്ലിനും ഉദരത്തിനും വേദനയുണ്ട്. എനിക്ക് തോന്നുന്നത് കമ്പീത്തോയിൽ വച്ചുണ്ടായ അസുഖങ്ങൾ നീണ്ടു നിൽക്കുന്നുവെന്നാണ്. നല്ല ഗ്രാമമാണെങ്കിലും അവിടുത്തെ ഈർപ്പവും സൂര്യപ്രകാശം വളരെ കുറവായിരുന്നതും നിമിത്തമുണ്ടായ രോഗങ്ങളാണ് ഇവയെന്ന് വിചാരിക്കാം. യുദ്ധമുണ്ടായപ്പോൾ കമ്പീത്തോയിലേക്ക് മാറി താമസിച്ചിരുന്നു.